മാനന്തവാടി ടൗൺ മേഖലയിലേക്ക് എത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നീക്കം സജീവമാക്കുകയാണ് ഇപ്പോൾ വനപാലക സംഘം. ഉത്തരവിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 കുങ്കിയാനകളെ മുത്തങ്ങയിൽ നിന്ന് അവിടെ എത്തിച്ചിട്ടുണ്ട്. ആനകളെ കാട്ടാന നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മയക്കുവെടി വയ്ക്കാൻ കഴിയുകയുള്ളൂ. അതിനായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. ഒരു ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് ഇപ്പോൾ പ്രേക്ഷകർക്ക് കുങ്കിയാനകളെ അടക്കം കാണാം. വാഴത്തോട്ടത്തിൽ, അവിടെയുള്ളൊരു വാഴത്തോട്ടത്തിലാണ് ഇപ്പോൾ കാട്ടാന തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. തണ്ണീർക്കൊമ്പൻ കർണാടകയിലെ ഹാസൻ മേഖലയിൽ കാപ്പിത്തോട്ടത്തിൽ ഇറങ്ങി സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാട്ടാനയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ വനംവകുപ്പ്, കർണാടക വനംവകുപ്പ് ആനയെ പിടികൂടുകയും അതിനുശേഷം നാഗർഹോളെ വനത്തിലേക്ക് തുറന്നുവിടുകയുമായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ആന ഇവിടെ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജു ദേവസ്യ തുടരുന്നുണ്ട്. സജു, അങ്ങനെയെങ്കിൽ ഇനി എത്ര സമയം കൂടി എടുക്കും ആനയെ അവിടെ നിന്ന് തുരത്താൻ? ഈ മയക്കുവെടിക്ക് എത്ര സമയം കൂടി കാക്കണം സജു? ഉന്മേഷം, പ്രധാനമായും ഈ സമയം പരിഗണിക്കണം. ഒന്ന്, ഇപ്പോൾ നട്ടുച്ച പിന്നിടുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഈ ഓപ്പറേഷന് വെറ്റിനറി ടീമിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ കുറേ കൂടി സമയമെടുക്കും. ആദ്യം സുരക്ഷ ഉറപ്പാക്കി അതിനുശേഷം ആ ടീമിനെ, ഈ ഓപ്പറേഷൻ്റെ ടീമിനെ അത് അറിയിക്കുക എന്നുള്ളതാണ്. അതിന് പോലീസും തദ്ദേശ സ്ഥാപനത്തിനുമാണ് ചുമതല. അതായത് ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ നീക്കം ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ആന പരിഭ്രാന്തരാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ ഇതിനകം പലതവണ സൂചിപ്പിച്ചതുപോലെ നഗരമേഖലയാണ്. ആളുകളുടെ സാന്നിധ്യമുണ്ട്, കാണാനായി എത്തിയ ആളുകളുണ്ട്, ജനവാസ മേഖലയാണ്. ആ ഇടങ്ങളിലൊക്കെ പോലീസിൻ്റെ വിന്യാസവും സാന്നിധ്യവും ഉറപ്പാക്കിയിട്ടുണ്ട്. ഒപ്പം അനൗൺസ്മെൻറ്റ് ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. നഗരത്തിലെ എല്ലായിടത്തും ഇതിനകം തന്നെ ഈ ഓപ്പറേഷനിലേക്ക് കടക്കുകയാണ്. ആളുകൾ അതിനോട് പ്രദേശത്തോട് പൂർണ്ണമായും സഹകരിക്കണം, കൂട്ടം കൂടി നിൽക്കരുത്, ഈ ഓപ്പറേഷൻ കാണാനോ ഈ സ്ഥലത്തേക്ക് വരരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ സുരക്ഷിതമായ അകലത്തിൽ നിൽക്കണം എന്ന നിർദ്ദേശം അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ നഗരത്തിൽ എല്ലായിടത്തും, ഈ പ്രദേശത്തേക്ക് എല്ലായിടത്തും ഒരുപക്ഷെ ആന നീങ്ങാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൂടെയെല്ലാം ഉള്ള അനൗൺസ്മെൻറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനുശേഷമായിരിക്കും കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിക്കുക. അത് പക്ഷേ നേരത്തെ തന്നെ എത്തിച്ച് ഈ വെയിലുള്ള ഭാഗത്ത് കുങ്കിയാനകളെ നിർത്തേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷിതമായി ഈ 2 സ്ഥലങ്ങളിലായി, അതായത് നഗരത്തോട് തന്നെ ചേർന്ന ഈ വാഴത്തോട്ടവും ഒക്കെ ഉൾപ്പെടുന്ന ചതുപ്പ് പ്രദേശത്താണ് തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ 2 ഭാഗത്തായി നിരവധി ഓപ്പറേഷനിൽ പങ്കെടുത്ത അനുഭവ സമ്പത്തൊക്കെയുള്ള മുൻകാലത്ത് ഇതേ ഓപ്പറേഷൻ കൂടി. സജു, ഇപ്പോൾ ഒരു 2 വിശദാംശങ്ങൾ കൂടി വരുന്നുണ്ട്. സജു, അതിങ്ങനെയാണ്: ആനയെ മയക്കുവെടി വെച്ച് ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിടാം, അതിനുള്ള സാധ്യത തേടണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിൽ ഈ നടപടികൾ. അങ്ങനെ 2 കാര്യങ്ങൾ കൂടി ആ ഉത്തരവിൽ സൂചിപ്പിക്കുന്നുണ്ട് സജു. ഉന്മേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ഹാസനിലെ ഓപ്പറേഷൻ നടത്തി അവിടെ നിന്ന് ദൗത്യം പൂർത്തീകരിച്ച് പിടികൂടിയും നാഗർഹോള വന്യജീവി സങ്കേതത്തിൻ്റെ പരിസരത്ത് വനത്തിലേക്ക് തുറന്നുവിടുകയാണ് ചെയ്തത്. അവിടെ നിന്ന് റേഡിയോ കോളർ ഉൾപ്പെടെ ഇപ്പോൾ മൈസൂരുവിൽ നിയന്ത്രിക്കുന്നുണ്ട്. അതായത് കർണാടക വനംവകുപ്പ് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ്റെ സാന്നിധ്യം അടക്കം നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സാഹചര്യമുണ്ട്. റേഡിയോ കോളറുണ്ട്. ആദ്യഘട്ടത്തിലൊരു അമ്പരപ്പുണ്ടായിരുന്നു. റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരാനയായിരുന്നു. പിന്നീട് വളരെ വേഗത്തിൽ തന്നെ അക്കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ മാസം 16-ാം തീയതിയാണ് ഈ ഹാസനിലെ ബേലൂർ ഡിവിഷനിൽ അവിടെ കാപ്പിത്തോട്ടത്തിൽ തുടർച്ചയായി ഇറങ്ങുന്നു. പിന്നീട് അത് പക്ഷേ അവിടെ വലിയ തോതിലുള്ള എന്തെങ്കിലും ഒരു അക്രമ സംഭവങ്ങളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് ഈ ആനയ്ക്കില്ല, ശാന്തപ്രകൃതിയാണ്. പക്ഷേ തുടർച്ചയായി ആ കാർഷിക മേഖലയിൽ കാപ്പിത്തോട്ടത്തിൽ സ്ഥിരമായി ഇറങ്ങുന്നു. അതിനുശേഷമാണ് ഹാസനിൽ ഇങ്ങനെ നിരവധി ആനകളെ പിടികൂടി വനത്തിലേക്ക് തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു അക്രമ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് അവർ തന്നെ പിടികൂടി പിന്നീട് തുറന്നുവിടുകയാണ്. പിന്നെ ഹാസൻ പിന്നിട്ട് ബന്ദിപ്പൂർ വഴി തലപ്പുഴയൊക്കെ പിന്നിട്ടാണ് ഈ മക്കിമലയൊക്കെ വഴി ഈ ഭാഗത്തേക്ക് മാനന്തവാടി ടൗണിലേക്ക് എത്തിയത്. പിടികൂടി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് തന്നെ ഒന്നുകിൽ കർണാടക വനംവകുപ്പിൻ്റെ കൂടി സഹകരണത്തോടുകൂടി ആ മേഖലയിൽ ഒന്നുകിൽ അവരുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുക, അല്ലെങ്കിൽ ബന്ദിപ്പൂർ മേഖലയിൽ തുറന്നുവിടുക എന്ന നിലയ്ക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതും ഈ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെയും ആ തരത്തിലായിരുന്നു ഒരു തീരുമാനം ഉണ്ടായിരുന്നു. കാരണം കർണാടകയുടെ കൂടി അവരുടെ റേഡിയോ കോളർ ഉൾപ്പെടെയുണ്ട്. സ്വാഭാവികമായും അവർക്കാണ് അക്കാര്യത്തിൽ കൂടുതൽ സ്റ്റേക്ക് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് കൈമാറുക എന്ന് തന്നെയായിരിക്കും കുറെ കൂടി നല്ലൊരു മാർഗം എന്ന് തിരിച്ചറിഞ്ഞതാണ്. കാരണം ഈ ആനയുടെ കാര്യത്തിൽ ഇതുവരെയും ശാന്തപ്രകൃതിയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കർണാടക വനംവകുപ്പുമായി കൂടി സഹകരിച്ച് ബന്ദിപ്പൂർ മേഖലയിലേക്ക്, അതായത് കർണാടകയ്ക്ക് തന്നെ കൈമാറുന്നു, അവർ വനമേഖലയിൽ തുറന്നുവിടുന്നു. ആ നിലയ്ക്ക് ഒരു ക്രമീകരണം ഒരുക്കുക എന്നത് തന്നെയാണ്. അവരുടെ സാന്നിധ്യം ഇവിടെ ഉറപ്പാക്കുക എന്നതിൽ കവിഞ്ഞ് ഇവിടെ ഇത് പൂർത്തീകരിച്ചതിന് ശേഷം അവിടെ നിന്ന് കർണാടകയിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം ഇൻറ്റിമേഷൻ കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. കാരണം റേഡിയോ കോളർ അവരുടേതാണ്. അവരുമായി ബന്ധപ്പെട്ടാണ് ഈ ആശയവിനിമയങ്ങളും എല്ലാം കൃത്യമായി നടത്തുകയും. സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിടും എന്ന ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനുള്ള സാധ്യത അത് തേടുമെന്നാണ് വ്യക്തമാക്കുന്നത്. കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ഈ നടപടികൾ എന്നാണ് പറയുന്നത്. കാരണം ഈ ആനയെ
നേരത്തെ പിടികൂടിയത് ഹാസനിൽ നിന്നാണ്. അവിടെ നിന്നാണ് നാഗർഹോളെ വനത്തിലേക്ക് മാറ്റിയത്.